വരാം. ഫാദർ ഫിലിപ്പ് കവിയിൽ എങ്ങനെയാണ് ഇനി ഇതിന് മുൻപും ഒരു പ്രോട്ടോകോൾ ഉണ്ടല്ലോ ഇക്കാര്യത്തിൽ, എന്താണ് അതേക്കുറിച്ച് താങ്കൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ? അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ വത്തിക്കാനിൽ ഔദ്യോഗികമായിട്ട് അറിയിക്കേണ്ടിയിരിക്കുന്നു. ഈ ദിവസം ഉടനെ തന്നെ അവരത് തീരുമാനമെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് അധികം താമസിച്ച് അതിനെപ്പറ്റി അറിയാൻ സാധിക്കും. അതിനുപരി എനിക്ക് പരിശുദ്ധ മാർപ്പാപ്പയെ കുറിച്ചുള്ള ഓർമ്മകള്, ഒരു നല്ല മനുഷ്യനായിരുന്നു അദ്ദേഹം. സാധാരണക്കാരനായി ജീവിക്കുവാൻ പരിശ്രമിച്ച ആളാണ്. ജർമ്മനിയിലെ സാൻ ഗിയോർഗിയൻ യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടറേറ്റ് ചെയ്യാൻ വന്നിരുന്ന മാർപ്പാപ്പയ്ക്ക് ജർമ്മൻ സഭയോടുമായിട്ട് അടുത്ത ബന്ധമുണ്ടായിരുന്നു. അത് ഞാൻ അവിടെ ജർമ്മനിയിൽ താമസിച്ച കാലഘട്ടത്തെ കേട്ടിട്ടുള്ള കാര്യമാണ്. അദ്ദേഹം പക്ഷേ ഈ ഡോക്ടറേറ്റ് പൂർത്തിയാകാതെ തിരികെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലേക്ക് പോവുകയാണ് ചെയ്തത്. അദ്ദേഹം എപ്പോഴും ഒരു ലാളിത്യം ജീവിതത്തെ പുലർത്തിയിട്ടുണ്ട്. മനുഷ്യരെ അവരായിരിക്കുന്ന അവസ്ഥയിൽ മനസ്സിലാക്കുവാൻ, സ്നേഹിക്കുവാൻ അദ്ദേഹം വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട്. അദ്ദേഹം മാർപ്പാപ്പയായ ഉടനെ തന്നെ അദ്ദേഹത്തിന് മാർപ്പാപ്പയുടെ ഔദ്യോഗിക മുറിക്ക് മുമ്പിൽ കാവൽ നിൽക്കുന്ന സ്വിസ് ഗാർഡിന് ഇരിക്കാൻ അവകാശമില്ലായിരുന്നു. അദ്ദേഹം രാത്രി മുഴുവൻ ഇങ്ങനെ പാറാവ് നിൽക്കണമായിരുന്നു. ഇത് കണ്ട് മാർപ്പാപ്പ തന്നെത്താനെ ഒരു കസേര എടുത്തുകൊണ്ട് വന്ന് കൊടുത്തിട്ട് അതിൽ ഇരിക്കുവാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. അപ്പം ഈ പടയാളി അതിന് തയ്യാറായില്ല, അവരുടെ പ്രോട്ടോകോൾ അനുസരിച്ച് ശരിയല്ലാത്തതുകൊണ്ട്. പക്ഷെ മാർപ്പാപ്പ പറഞ്ഞു, പോപ്പിന്റെ അധികാരം ഉപയോഗിച്ച് ഞാൻ പറയാണ്, അവിടെ ഇരിക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അത്രയധികം മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ശ്രദ്ധാലുവായിരുന്നു. സഹിഷ്ണുതയുടെ ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. മതമൊന്നും അദ്ദേഹത്തിന് പ്രശ്നമല്ല. ജാതിയോ മതമോ നോക്കാതെ ആവശ്യത്തിൽ ഇരിക്കുന്ന മനുഷ്യനെ സഹായിക്കുക എന്നുള്ളത് ഈ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രത്യേകതയായിരുന്നു. സത്യത്തിൽ അത് യേശുക്രിസ്തുവിന്റെ മനോഭാവം തന്നെയാണ്. വ്യതിരിക്തതകളില്ലാതെ സഹിഷ്ണുതയോടെ എല്ലാവരോടും പെരുമാറുക, മനുഷ്യനെ മനുഷ്യനായി കാണുവാനും അവന്റെ ആവശ്യങ്ങളില്, മനുഷ്യന്റെ മൗലിക അവകാശങ്ങളില് അവന്റെ പക്ഷത്ത് നിൽക്കുക എന്നുള്ളത് ഈ മാർപ്പാപ്പയെ സംബന്ധിച്ചിടത്തോളം അതീവ പ്രധാനമായ ഒരു കാര്യമായിരുന്നു. ഫാദർ ഫിലിപ്പ്, മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ മാർപ്പാപ്പ എന്ന് പറയുമ്പോൾ അദ്ദേഹം സഭയുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കേണ്ട ആളാണ്. അതുകൊണ്ട് എപ്പോഴും യാഥാസ്ഥിതികനായി ഇരിക്കേണ്ടി വരും പല ഘട്ടങ്ങളിലും മാർപ്പാപ്പമാർക്ക്. അത് ഫ്രാൻസിസ് മാർപ്പാപ്പ സ്വയം പറയുകയും ചെയ്തിട്ടുണ്ട്, ഞാനൊരു യാഥാസ്ഥിതികനാണെന്ന്. പക്ഷേ അദ്ദേഹത്തിന്റെ നിലപാടുകളും പ്രവൃത്തികളും അദ്ദേഹം തികഞ്ഞ പുരോഗമനവാദിയാണ് എന്നത് വ്യക്തമാക്കുന്നതായിരുന്നില്ലേ? തീർച്ചയായിട്ടും. എന്താണ് യാഥാസ്ഥിതികവാദം? യാഥാസ്ഥിതികവാദം എന്ന് പറയുമ്പോൾ പരിശുദ്ധ മാർപ്പാപ്പ ഉദ്ദേശിച്ചിരുന്നത് മൂല്യങ്ങൾക്ക് വേണ്ടി നിൽക്കുക എന്നുള്ളതാണ്. അടിസ്ഥാനപരമായ സുവിശേഷ മൂല്യങ്ങൾ എന്ന് പറയുന്നത് സ്നേഹമാണ്, കാരുണ്യമാണ്, സഹവർത്തിത്വമാണ്, സൗഹാർദ്ദമാണ്, സാഹോദര്യമാണ്. ഈ മൂല്യങ്ങൾക്കൊക്കെ വേണ്ടി ഒരു കടുകിട വ്യത്യാസമില്ലാതെ അടിയുറച്ച് നിലകൊള്ളുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. അതുകൊണ്ടാണല്ലോ അദ്ദേഹം അഭയാർത്ഥികളെ പോലും വത്തിക്കാനിൽ പോലും സ്വീകരിച്ചു. എന്ന് പറഞ്ഞാല് ഒരു വീടും കൂടുമില്ലാത്ത ആളുകളെ അവരുടെ മതം നോക്കാതെ അവരെ സ്നേഹിക്കുകയും അവരെ സ്വീകരിക്കുകയും ചെയ്യാനുള്ള ഹൃദയ വിശാലത പരിശുദ്ധ പിതാവിനുണ്ടായിരുന്നു. അവിടെ ക്രിസ്തീയ സാഹോദര്യമെന്ന, ക്രൈസ്തവ സ്നേഹമെന്ന മൂല്യമാണ് അദ്ദേഹം പാലിച്ചത്. ക്രൈസ്തവരുടെ മാത്രമല്ല, ക്രൈസ്തവ എന്ന് പറഞ്ഞാൽ ക്രിസ്തു കാണിച്ചു തന്ന എന്നാണ് അതിന്റെ അർത്ഥം. ക്രിസ്തു കാണിച്ചു തന്ന സ്നേഹം എന്ന് പറഞ്ഞാൽ അന്യന് വേണ്ടി ജീവൻ സമർപ്പിക്കുന്ന സ്നേഹമായിരുന്നു. അതാണ് യാഥാസ്ഥിതിക മൂല്യങ്ങൾ എന്ന പേരിൽ നമ്മൾ പറയുന്നത്. അവിടെ യാതൊരു നീക്കുപോക്കും വരുത്താതെ എല്ലാവരെയും സ്നേഹിക്കുവാൻ അദ്ദേഹം പരിശ്രമിച്ചിരിക്കുന്നു. ആ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലായിരുന്നു. അതുപോലെ സത്യത്തിനു വേണ്ടി, നീതിക്ക് വേണ്ടി അദ്ദേഹം വളരെയധികം പോരാടിയിട്ടുണ്ട്. സ്വന്തം കൂട്ടത്തിലുള്ളവർ തെറ്റ് ചെയ്താൽ അത് തെറ്റാണ് എന്ന് പറയുവാനുള്ള ആർജവത്വം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ തെറ്റിന് മാപ്പ് ചോദിക്കാൻ പോലും അദ്ദേഹം തയ്യാറായിരുന്നു. എന്ന് പറഞ്ഞാൽ 100% യേശുക്രിസ്തുവിന്റെ പാത പിന്തുടരുന്ന ഒരു മഹാ ഇടയനായിരുന്നു പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹം പ്രോട്ടോകോളുകൾ ശ്രദ്ധിക്കാതെ സാധാരണക്കാരുടെ ഇടയിലേക്ക് പോകുമായിരുന്നു. റോമിലെ തെരുവീഥികളിലേക്ക് അദ്ദേഹത്തിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തിന്റെ സഞ്ചാരം സുഗമമായി നടത്താൻ സാധിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ, ആരുടെയും സഹായമില്ലാതെ പുറത്തിറങ്ങി നടക്കാൻ സാധിക്കുമായിരുന്ന കാലഘട്ടങ്ങളിൽ അദ്ദേഹം വളരെ അപ്രതീക്ഷിതമായിട്ട് തെരുവോരങ്ങളിൽ പ്രത്യക്ഷപ്പെടുകയും സാധാരണക്കാരുടെ അടുത്തും പ്രത്യേകിച്ച് ഈ സ്ലമ്മുകളില്, ചേരികളിൽ വസിക്കുന്ന ആളുകളുടെ അടുത്ത് പോയി അവരുടെ ക്ഷേമാന്വേഷണങ്ങള് തിരക്കുകയും ചെയ്തിരുന്നതായിട്ട് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞ ഒരു പച്ചയായ മനുഷ്യനായിരുന്നു. യാതൊരുവിധ അധികാരത്തിന്റെ ഗർവമുള്ള ആളായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ആ കാഴ്ചപ്പാട് ഇത്തവണ മഹാജൂബിലിയോടനുബന്ധിച്ച് മെത്രാന്മാരെയും സഭയിലെ മറ്റ് അംഗങ്ങളുടെയും പ്രതിനിധികളെയും വിളിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, സഭ ഒരു സിനഡാലിറ്റിയുടെ വഴിയെ പോകണം. സിനഡാലിറ്റി എന്ന് പറഞ്ഞ 2 വാക്കുകളാണ്. സ്വിൻ ഓർഡേഴ്സ് എന്ന് പറഞ്ഞാൽ, സ്വിൻ എന്ന് പറഞ്ഞാൽ കൂടെ, വിത്ത് എന്ന് പറയുന്ന ഇംഗ്ലീഷ് വാക്ക്.
ഓർഡോസ് പറഞ്ഞ പാദങ്ങൾ ഒരുമിച്ച് നടക്കുക, കൂടെ നടക്കുക എന്ന് പറഞ്ഞാൽ അധികാരത്തിന്റെ ഒരു ധാർഷ്ട്യമല്ല, സാധാരണക്കാരുടെ കൂടെ നടന്ന് അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവരോട് ആർദ്രതയോടെ പെരുമാറുവാനാണ് സഭയിലെ നേതൃത്വം ശ്രദ്ധിക്കേണ്ടതെന്ന് പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ എപ്പോഴും പറയുകയും അത് കാണിച്ചു തരികയും ചെയ്യുമായിരുന്നു. അതുകൊണ്ട് ഈ മാർപ്പാപ്പ ചരിത്രത്തിലെ വളരെ വ്യതിരിക്തനായ ആളുകളാണ്. മറ്റ് ഫോർമാലിറ്റികളൊക്കെ മാറ്റിവെച്ച് വളരെ ലളിതമായിട്ട് ഇടപെടുവാൻ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ജീവിത രീതികൾ നമ്മൾ അനുകരിക്കുക എന്നുള്ളതാണ് സഭയെ സംബന്ധിച്ചിടത്തോളം, ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഇനിയും കരണീയമായിട്ടുള്ളത് എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. ഈ കത്തോലിക്ക സഭയിൽ ഇത്രമാത്രം മാറ്റങ്ങൾ കൊണ്ടുവന്നയാൾ എന്ന രീതിയിലും അദ്ദേഹത്തെ പൊതുവെ വിലയിരുത്തുന്നുണ്ടല്ലോ. അത് ഈ പെസഹ വ്യാഴം ദിവസം അദ്ദേഹം കാൽകഴുകൽ ശുശ്രൂഷയിൽ തന്നെ കൂടുതൽ ഇൻക്ലൂസീവായി മാറുകയായിരുന്നു. അതുപോലെ തന്നെ സിനഡിൽ വനിതാ പ്രാതിനിധ്യം അദ്ദേഹം കൊണ്ടുവരുവാൻ ശ്രദ്ധിച്ചു. ഇങ്ങനെയൊക്കെ ഉള്ള സമയത്ത് സഭയ്ക്കുള്ളിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് വിമർശനങ്ങൾ നേരിട്ട സന്ദർഭങ്ങൾ പോലും ഉണ്ടായിരുന്നുവല്ലോ. അതിനെ ഏത് രീതിയിൽ വിശ്വാസികളുടെ പിന്തുണയോടെ അദ്ദേഹം മറികടന്നു? അദ്ദേഹത്തിന് ഉറച്ച ദൈവവിശ്വാസം ഉണ്ടായിരുന്നു. സുവിശേഷ മൂല്യങ്ങൾ അടിസ്ഥിതമായ ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. സുവിശേഷ മൂല്യങ്ങളിൽ കോംപ്രമൈസ് ചെയ്യുന്ന പ്രശ്നമേ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ബൈബിളില് പറഞ്ഞിരിക്കുന്ന, ദൈവത്തിന്റെ തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന നന്മയുടെ മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് അദ്ദേഹം ഈ ആധുനിക കാലഘട്ടത്തിൽ സഭയെ നയിച്ചത്. സ്ത്രീകളെ രണ്ടാം തരം പൗരന്മാരായി കാണാതെ അവരെ തുല്യരായി കാണുവാനും സാധിക്കുന്നിടത്തോളം അവരെ സഭാ ജീവിതത്തിലെ സഭാ നേതൃത്വത്തിലും പങ്കാളികളാക്കുവാൻ അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു. അദ്ദേഹം പടിപടിയായി മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരുന്നുവെന്ന് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തെ കൃത്യമായി അവധാനപൂർവ്വം നിരീക്ഷിച്ചാൽ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. റോമിലെ വളരെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ ചില പോസ്റ്റുകളില് അല്ലെ സ്ഥാനങ്ങളില് സ്ത്രീകളെ നേതൃത്വത്തിലേക്ക് അദ്ദേഹം അവരോധിച്ചത് ചരിത്രത്തിലെ നമ്മൾ കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുപോലെ മറ്റ് ആളുകളെയും മറ്റ് വിഭാഗക്കാരെയും സമൂഹം മാറ്റി നിർത്തിയിരുന്ന പല വിഭാഗത്തെയും വളരെ ആർദ്രതയോടെ കാരുണ്യത്തോടെ കൂട്ടി നിർത്തുവാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു. ക്രിസ്തുവിന്റെ സ്നേഹമായിരുന്നു അദ്ദേഹത്തെ നയിച്ചിരുന്നത്, ആരെയും മാറ്റി നിർത്താതെ. എന്നാൽ സത്യവും നീതിയും കൃത്യമായി പുലരണമെന്ന് ബോധ്യമുള്ള ഒരു പരിശുദ്ധ പിതാവായിരുന്നു. ലോകത്തിൽ എപ്പോഴൊക്കെ കോൺഫ്ലിക്റ്റ് ഉണ്ടായാലും അവിടെയൊക്കെ പാവപ്പെട്ടവന്റെ, അവഗണിക്കപ്പെട്ടവന്റെ, പുറന്തള്ളപ്പെട്ടവന്റെ പക്ഷത്തായിരുന്നു ഈ പരിശുദ്ധ പിതാവ് എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. അപ്പോൾ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇനി വരുന്ന പാപ്പമാർക്ക്, ഇദ്ദേഹത്തിൻ്റെ പിൻഗാമികൾക്ക് അത് വളരെ വെല്ലുവിളി ഉയർത്തുന്ന ഒന്നുകൂടിയല്ലേ അദ്ദേഹത്തിൻ്റെ ജീവിതം. ഇത് മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ടുള്ള ശ്രമം വേണ്ടിവരും. കാരണം ലോകം ഫ്രാൻസിസ് പാപ്പയെ ഏറെ ഉറ്റുനോക്കിയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓരോ സന്ദേശങ്ങളും അത്രമാത്രം പ്രാധാന്യമുള്ളതായിരുന്നു. ഓരോ ഇടപെടലുകളും ഓരോ ആഹ്വാനങ്ങളും അത് ലോക നേതാക്കൾ പോലും ശ്രദ്ധയോടെ കേട്ടതായിരുന്നു. അപ്പോൾ കത്തോലിക്ക സഭയിൽ തന്നെ ഒരു പിൻഗാമിയെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് അതും വളരെ ആലോചിച്ചുറച്ചെടുക്കേണ്ട ഒരു തീരുമാനമായി മാറിയിരിക്കുകയല്ലേ? തീർച്ചയായും കത്തോലിക്ക സഭയിൽ ഒരു മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് കുറെ കർദിനാൾമാർ ചേർന്നിരുന്ന് മാനുഷികമായി തിരഞ്ഞെടുക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ടല്ല ഞങ്ങൾ കാണുന്നത്. അത് ദൈവത്തിന്റെ ഇടപെടൽ തീർച്ചയായിട്ടും അവിടെ ഉണ്ട്. ഈ കർദിനാൾമാർ അവിടെ പല ദിവസങ്ങൾ ഒരുമിച്ച് ചേർന്ന് ധ്യാനവും പ്രാർത്ഥനയും നയിച്ച് പ്രാർത്ഥന അരൂപിയില്ല ദൈവത്തിന്റെ സ്വരത്തിന് കാത് കൊടുത്തുകൊണ്ട് ദൈവം എന്താ ആഗ്രഹിക്കുന്നു എന്നനുസരിച്ചാണ് അവർ തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. അത് ഒരു ഭൗതിക സംഘടനയിൽ നടക്കുന്നത് പോലെയല്ല. അവിടെ ഒരാൾക്ക് വേണ്ടി വോട്ടുപിടുത്തമോ അല്ലെങ്കിൽ ഒരാളുടെ പ്രത്യേകതയൊന്നുമല്ല. അവിടെ ദൈവത്തിന്റെ കൃത്യമായ ഇടപെടലുണ്ട് എന്നാണ് കത്തോലിക്കരായ ഞങ്ങൾ വിശ്വസിക്കുന്നത്. ദൈവം ഈ കാലഘട്ടത്തിന് അനുയോജ്യനായ ഒരു മാർപ്പാപ്പയെ തരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. അത് സംഭവിക്കുക തന്നെയും. കാരണം മാർപ്പാപ്പമാർ എന്ന വ്യക്തികളല്ല ഇവിടെ പ്രധാനം, ദൈവത്തിന്റെ ഒരു ഉപകരണമായിട്ട് മാർപ്പാപ്പയെ അവിടുന്ന് തെരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ശ്ലൈഹിക പാരമ്പര്യം. ഈശോ മിശിഹ കർത്താവായ ക്രിസ്തു 12 പേരെ ശിഷ്യന്മാരായി തെരഞ്ഞെടുത്തു. ഈ 12 പേരുടെ പിന്തുടർച്ച അവകാശികളെ വീണ്ടും സഭയിൽ കാലാകാലങ്ങൾ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് മെത്രാന്മാര്. ഈ മെത്രാന്മാരിൽ വഴി, വൈദികർ വഴി, സഭയുടെ ആത്മായ നേതാക്കൾ വഴി ഈ ദൈവത്തിന്റെ പ്രവൃത്തി തുടർന്നു കൊണ്ടുപോവുകയാണ് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഇതിനകത്ത് മനുഷ്യരുടെ ഒരു പ്രവർത്തനമല്ല, ദൈവത്തിന്റെ ഇടപെടൽ വളരെ പ്രധാനമാണ്. അതില് ആര് വന്നാലും ദൈവം ആ ആളെ ഈ കാലഘട്ടത്തിന് അനുയോജ്യമായ വിധത്തില് സഭയില് ഒരുക്കിയെടുക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ ഈ 2 നൂറ്റാണ്ടുകളിലും ഇപ്പോൾ ഈ സമീപകാലങ്ങളിൽ ഏറ്റവും പരിചിതരായ പാപ്പമാരെ എടുത്തു നോക്കുകയാണെങ്കിൽ ജോൺ പോൾ 2 മാർപ്പാപ്പയും ഫ്രാൻസിസ് പാപ്പയും, ഇവർ 2 പേരുമാണല്ലോ ഈ
ഇപ്പോഴത്തെ വർത്തമാന കാലത്ത് ജീവിച്ചിരിക്കുന്ന കത്തോലിക്ക വിശ്വാസികൾക്ക് ഏറെ പരിചിതമായ രണ്ട് പേരുകൾ. ബെനഡിക്ട് 16 അധിക നാൾ ഉണ്ടായിരുന്നില്ല, അദ്ദേഹം ആരോഗ്യ കാരണങ്ങളാൽ സ്ഥാനം ഒഴിയുകയായിരുന്നു. ഇവർ രണ്ടുപേരെയും വെച്ച് നോക്കുമ്പോൾ സമാനതകളുടെ പാപ്പമാർ എന്നാണോ താങ്കൾക്ക് തോന്നുന്നത്, അതോ വ്യത്യസ്തമായ ശബ്ദങ്ങളായിരുന്നു? രണ്ടുപേരെ മാത്രമല്ല, 3 പേരും എന്ന് ഞാൻ പറയാം. ബെനഡിക്ട് 16 മാർപ്പാപ്പയും വളരെ ശ്രദ്ധേയനായ പിതാവായിരുന്നു. അദ്ദേഹത്തിന്റെ പഠനങ്ങൾ എന്ന് പറഞ്ഞാൽ ലോകത്തിന് മറക്കാൻ പറ്റാത്ത പഠനങ്ങളാണ്. വളരെയധികം ദൈവശാസ്ത്രപരമായ ചിന്തകള് ഉള്ള, സഭയ്ക്ക് നിയതമായ കാഴ്ചപ്പാടുകൾ നൽകിയൊരു പാപ്പയാണ് ബെനഡിക്ട് 16 മാർപ്പാപ്പ. അദ്ദേഹത്തെ മാറ്റി നിർത്താൻ സാധിക്കില്ല. എന്റെ കാഴ്ചപ്പാടില് ഈ 3 മാർപ്പാപ്പമാരും ഓരോ കാലഘട്ടത്തിനനുസരിച്ച് വ്യതിരിക്തമായ ദൗത്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിച്ച ആളുകളാണ്. ബെനഡിക്ട് മാർപ്പാപ്പയെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹമാണ് ഈ കുറെ കാലഘട്ടങ്ങൾക്കിടയിൽ സ്ഥാനത്യാഗം ചെയ്യുവാൻ ആർജവത്വം കാണിച്ച ആള്. അദ്ദേഹത്തിന്റെ ശാരീരികമായ അവശതകളെ മനസ്സിലാക്കിയ ഉടനെ അദ്ദേഹം ഇത്ര വലിയ സമുന്നതമായ ഒരു സ്ഥാനം വേണ്ട എന്ന് വെക്കുവാനുള്ള ഒരു വലിയ മനസ്സ് അദ്ദേഹത്തിന്, അത് ആധ്യാത്മികതയുടെ വലിയൊരു ആഴമായിട്ടാണ് ഞാൻ കരുതുന്നത്. അതായത് ഈ ലോകത്തിൽ ഇന്ന് നിലനിൽക്കുന്ന ആധ്യാത്മിക അധികാരങ്ങളാണ് ഭൗതികമാണെങ്കിലും ഒരു മാർപ്പാപ്പായ്ക്കുള്ള സ്ഥാനം വളരെ പ്രധാനപ്പെട്ടതാണ്. ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരാളാണ്. ആ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുന്ന സമയത്ത് ഈ അധികാരങ്ങളും ഈ സ്വാധീനവും എല്ലാം നഷ്ടപ്പെടുമെന്ന് അറിയാമായിട്ടും അത് വേണ്ട എന്ന് വെക്കുവാനുള്ള വലിയ ആധ്യാത്മിക വളർച്ച ഉണ്ടായിരുന്ന ആളാണ് ബെനഡിക്ട് 16 മാർപ്പാപ്പ. അതുകൊണ്ട് ഓരോ പരിശുദ്ധ പിതാവിനും അദ്ദേഹത്തിൻ്റെതായ വ്യതിരിക്തതയുണ്ട്. അവര് തമ്മിൽ നമ്മൾ കമ്പാരിസൺ നടത്താൻ പറ്റിയാലാത്ത വിധത്തില് അവരുടേതായ വ്യതിരിക്തമായ ഉത്തരവാദിത്തങ്ങൾ അവര് ഈ ലോകത്തിലെ ദൈവത്തിന് വേണ്ടി നിർവഹിച്ചിട്ടുണ്ട്.